നമസ്കാരം. മലയാളത്തിലെ ഏറ്റവും മികച്ച ഹിറ്റ് കൂട്ടുകെട്ടെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സംവിധായകൻ അഭിനേതാവ് കോംബോ ആയിരുന്നു മമ്മൂട്ടിയുടേതും അടൂർ ഗോപാലകൃഷ്ണന്റേതും. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. വിധേയൻ, മതിലുകൾ, അനന്തരം എന്നീ ചിത്രങ്ങളിലായിരുന്നു ഇരുവരും ഒരുമിച്ച് സഹകരിച്ചത്. ഇപ്പോഴിതാ വീണ്ടും ആ കോംബോ ഒന്നിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അടുത്തു തന്നെ ചിത്രീകരണം തുടങ്ങാനിരിക്കുന്ന ഒരു ചിത്രത്തിലാണ് ഇരുവരും ഒരുമിക്കുന്നത്. ഇത് ഒരിക്കൽ കൂടി മലയാള സിനിമയ്ക്ക് ഒരു പൊൻതൂവൽ നൽകുമെന്നാണ് ആരാധകരടക്കം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിനു മുൻപൊരിക്കൽ അടൂർ, മമ്മൂട്ടി എന്നിവരെ കുറിച്ചുള്ള ഒരു ഓർമ്മ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ നടനും തിയേറ്റർ ആർട്ടിസ്റ്റും ഒക്കെയായ കെ സുധാകരൻ. പത്മരാജൻ സംവിധാനം ചെയ്ത ഇന്നലെ എന്ന ചിത്രത്തിലൂടെയാണ് കെ സുധാകരൻ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയത്. പിന്നീട് മുൻനിര നായകന്മാർക്കൊപ്പം 16ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കെ സുധാകരൻ തന്റെ അനുഭവകഥകൾ പങ്കുവച്ചത്. കെ സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെ: ഇന്നലെ എന്ന സിനിമയുടെ ഓഡിഷൻ കഴിഞ്ഞ ശേഷം എല്ലാവരും തന്നെ അച്ചായൻ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. ഇൻഡസ്ട്രിയിൽ പോലും അച്ചായൻ എന്ന് പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും അറിയുകയുള്ളൂ. ഒട്ടുമിക്ക താരങ്ങളുടെയും കൂടെ താൻ അഭിനയിച്ചിട്ടുമുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ബിജു മേനോൻ, കുഞ്ചോക്ക ബോബൻ, അങ്ങനെ എല്ലാവരുടെയും കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തിമിരം എന്ന ചിത്രം വന്ന ശേഷം പലരും തന്റെ പേര് നിർദ്ദേശിക്കാൻ തുടങ്ങിയെങ്കിലും പലർക്കും തന്നെ കണ്ടെത്താനൊന്നും കഴിഞ്ഞിരുന്നില്ല. സിനിമയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ കൃത്യമായി എല്ലാം ഫോളോ ചെയ്യണം. കനൽ, മരുഭൂമിയിലെ ആന എന്നിവയൊക്കെ വിദേശത്ത് വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തത്. അവർക്കൊക്കെ വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാവരുമായും നല്ല സൗഹൃദവും ബന്ധവുമാണുള്ളത്. ഇവർ എന്ന സിനിമയിൽ ബിജു മേനോനും ജയറാമും കൂടി വെട്ടിക്കൊല്ലുകയാണ്. ടാഗോർ തിയേറ്ററിൽ ഒരു ഫംഗ്ഷന് വേണ്ടി പോയപ്പോൾ കിട്ടിയ വേഷമായിരുന്നു ഇത്. താൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗദർ മുണ്ടും ഗദർ ഷർട്ടും ഒക്കെ ഇട്ടാണ് പോവാറുള്ളത്. അങ്ങനെയാണ് ഒരു സിനിമയിൽ ആഭ്യന്തരമന്ത്രിയായി വേഷം കിട്ടിയത്. അന്ന് തന്നെ സല്യൂട്ട് ചെയ്യാൻ ജനാർദ്ദനൻ, സുരേഷ് ഗോപി, വിജയരാഘവൻ, അസീസ് എന്നിവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. തുടക്കം ധ്രുവം എന്ന സിനിമയിലാണ്. അപ്രതീക്ഷിതമായി കിട്ടിയ വേഷമായിരുന്നു അത്. ഹിറ്റായ ഒരു സിനിമയിലെ വേഷം മാത്രം മതി, അതെല്ലാവരും ശ്രദ്ധിക്കും. കൂടുതൽ വേഷങ്ങൾ കിട്ടുകയും ചെയ്യും. ഖത്തറിൽ പ്രവാസി ദോഹ എന്ന അസോസിയേഷൻ ഉണ്ട്. താൻ അതിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു. അങ്ങനെ താൻ അതിന്റെ 10ാം വാർഷികത്തിന് ഉദ്ഘാടനത്തിനായി മമ്മൂട്ടിയെ ക്ഷണിക്കുകയുണ്ടായി. ഫാസിലിന്റെ അനിയൻ കയസ് ഉണ്ട്. പുള്ളിയാണ് മമ്മൂട്ടിയെ ക്ഷണിച്ചത്. അന്ന് അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികം കൂടിയായിരുന്നു. അതിനൊരു ആഘോഷവും തങ്ങളവിടെ സംഘടിപ്പിച്ചിരുന്നു. പുള്ളി അവിടെ ഒരു 10 ദിവസം നിൽക്കുന്ന രീതിയിലായിരുന്നു ഒരു ഫിലിം ഫെസ്റ്റിവലും സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു. അടൂർ ഗോപാലകൃഷ്ണനും അവിടെ എത്തുകയുണ്ടായി. മമ്മൂട്ടി വലിയ നടനാണെന്ന്, അടൂർ വലിയ സംവിധായകനും. അന്ന് ഉദ്ഘാടനത്തിന് അടൂർ എത്തിയില്ല. അത് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താൻ ഫെസ്റ്റിവൽ ഉദ്ഘാടനം മാത്രം ചെയ്തോളാമെന്നാണ് അന്ന് അദ്ദേഹം പറയുകയുണ്ടായത്.